ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാപ്പിയും കുഞ്ഞിയും. ഇന്ന് ഞങ്ങൾ കടമക്കുടിയിലേക്കാണ് കേട്ടോ പോണത്. എന്തിനാ പോണേന്ന് വെച്ചാൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത്. ഞാനിതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം കടമക്കുടി പോയിട്ടുണ്ടേ. പക്ഷേ ഇന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫോട്ടോസ് എടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിക്കിടയ്ക്ക് ഇങ്ങനെ നടന്നാണ് കേട്ടോ പോയത്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കടമക്കുടി ഒന്ന് ഫുള്ള് നടന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. നമ്മളൊരു സ്ഥലത്ത് എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് പോയ ആ ഓർമ്മകൾ അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും അല്ലേ എല്ലാവർക്കും. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പൂക്കൾ ഉമ്മിച്ചി ഉടമ്പനെ നടന്നിട്ട് വരാല്ലേ. ഇത് കുഞ്ഞ വന്നിട്ടുണ്ട് കേട്ടാ. കഴുത്തിലൊക്കെ മുല്ലപ്പൂവാണല്ല. ആദ്യമായിട്ട് കഴുത്തിന് മുല്ലപ്പൂ ഇടുന്നത്, തലയിലൊക്കെ ഇട്ടവനാ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മോന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ഈ കടമക്കുടി കാണാൻ വന്നത്. അന്ന് ഇവിടെ 2 ചായക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ പോയി നല്ല കപ്പയും മീൻകറിയും കഴിച്ചതും നല്ല ചൂടൻ കട്ടൻ ചായ കുടിച്ചതൊക്കെ ഇന്നലത്തെ പോലെ തന്നെ ഓർമ്മയുണ്ടേ. പിന്നെ ഞങ്ങൾ അന്ന് 2 ചേട്ടന്മാർ തോണിയിൽ ഇങ്ങനെ ഞണ്ടിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നാണ്ടേ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞണ്ടിനെ മേടിച്ചു. എന്നിട്ട് വീട്ടിൽ പോയി കറി വെച്ചു. അതൊക്കെ എത്ര രസമുള്ള ഒരു ഓർമ്മ ഇപ്പോൾ ആലോചിക്കുമ്പോൾ. അന്ന് വന്നതിന് ശേഷം ഞങ്ങൾ കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും കടമക്കുടി വന്നായിരുന്നേ. അന്നത്തെ കാഴ്ച എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം കടമക്കുടിയിൽ നിറയെ പുല്ലൊക്കെ വളർന്ന് ആരും അതൊന്നും ശ്രദ്ധിക്കാതെ പരിസരമൊക്കെ ആകെ വൃത്തികേടായിട്ടായിരുന്നു ഇരുന്നേ. ഞങ്ങൾ പറഞ്ഞ ചായക്കടയെല്ലാം അവിടെ നിന്ന് പോയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വിഷമം എല്ലാം മാറിയിട്ടോ. കാരണം പണ്ടത്തേനേക്കായും ഭംഗിയായി ഇപ്പോൾ ഇവിടെ. കുറേ ആളുകൾ ഇങ്ങനെ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അവരെല്ലാവരും ഇങ്ങനെ കക്കുവാരും പിന്നെ ഞണ്ടിനെ പിടിക്കും, അങ്ങനെ പല പല ആക്ടിവിറ്റീസാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണേ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്താ അത് ചോദിച്ചോ? ഫ്രിഡ്ജിനകത്താ കുഞ്ഞാപ്പി അങ്ങോട്ട് തിരിച്ചേക്കേ. ഞാൻ നോക്കട്ടെ. ഞാൻ ധാരാളം കുറേ ദൂരം കുഞ്ഞ് നടന്നോട്ടോ. ഇത്രയും ദൂരമൊന്നും അവൾ ഇതേവരെ ഒരിക്കലും എവിടെ നടന്നിട്ടില്ല. കുഞ്ഞാപ്പി ഈ പൂവൊക്കെ കൊണ്ട് എവിടെ ഇട്ടേക്കണെന്താ? ആരും കാണൂലേ? പാപ്പുസേ ഇവിടെ നമുക്ക് നടക്കുന്ന വഴി ഒരുപാട് ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പാപ്പും കുഞ്ഞിയൊക്കെ ഇതിനകത്തൊക്കെ കയറി കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നേ. കുഞ്ഞിക്ക് ലാസ്റ്റ് അവിടെ നിന്ന് വരണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. കുറേ നേരം കളിച്ചിട്ട് അവൾക്ക് മതിയായില്ല. ലാസ്റ്റ് ഞങ്ങൾ പിടിച്ചു വലിച്ചാണ് കൊണ്ടുവന്നേ. രാവിലെ ഒരു 7 മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിക്കോ ഒക്കെ ആണെങ്കിൽ ബോട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് കടമക്കുടി. നമുക്ക് സൺസെറ്റ് ആസ്വദിക്കാനും ഒന്നും വേണ്ട, നമ്മൾ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കാൻ മാത്രം, ഒന്നും ചെയ്യാതെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കടമക്കുടി. ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ റിലാക്സ് ചെയ്ത് നടക്കുകയാണ് ഇപ്രാവശ്യം ചെയ്തത്. ഇതിന് മുന്നേ തോണിയിലും ഒക്കെ കയറി യാത്ര ചെയ്തിട്ടുണ്ട്.
കുറച്ച് നാളായിട്ട് ഇവിടെ കയാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ റിലാക്സ് ചെയ്ത് തിരിച്ചു പോന്നേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബൈ ബൈ.